ഭാരപ്പെട്ടിരിക്കുന്നതിനെ നോക്കിയിട്ട് ഹന്ന ഭാരപ്പെട്ടില്ല. ഹന്ന പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ദൈവം പറഞ്ഞു, ദൂതന്മാരോട് പറഞ്ഞു, ഇനി എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. നാളുകൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചവളാണ്, നാളുകൾ ഞരങ്ങിയവളാണ്, നാളുകൾ നെടുവീർപ്പെട്ടവളാണ്. ഇപ്പോൾ ആലയത്തിലെ പുരോഹിതൻ പോലും അവളെ കുറ്റം ചുമത്തുകയാണ്. ആമേൻ. ഹന്നയെ, നീ മദ്യപിച്ചിട്ടുണ്ട്, നീ വീഞ്ഞു കുടിച്ചിരിക്കുന്നു. പുരോഹിതൻ അവളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നിട്ടും അവൾ ആലയം വിട്ടു പോയില്ല. പുരോഹിതനെതിരായി നിന്നപ്പോഴോ, ഭവനത്തിൽ പെരീന എതിരായിട്ട് നിന്നപ്പോഴോ, അവളുടെ നാട്ടുകാരെതിരായപ്പോഴോ, അവളുടെ വീട്ടുകാരെതിരായപ്പോഴോ അവൾ ആലയം വിട്ടു പിരിയുവാൻ തീരുമാനിച്ചില്ല. ഇന്ന് പകലില പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആരൊക്കെ നിനക്കെതിരായാലോ, വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന, പ്രാർത്ഥനയെ മുറുകെ പിടിക്കുന്ന, അഭിഷേകത്തെ മുറുകെ പിടിക്കുന്ന ചില ഹന്നമാർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ ഇന്ന് വെളിപ്പെടുകയോ.